അപ്പോൾ നമ്മുടെ ബുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബുക്ക് എനിക്ക് നല്ലോണം ഞാൻ 2020 ശേഷമുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ അതിലുള്ളത് മൊത്തം അത് രാവിലെ എണീറ്റ് ഫസ്റ്റ് ചെയ്യുന്നതാണ്. 4 മണിക്ക് എണീക്കും, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് അതിൽ മാർക്ക് നോക്കും. അപ്പോൾ നമുക്ക് ആൻസർ തെറ്റുള്ളതൊക്കെ ഞാൻ വേറെ പേപ്പറിലേക്ക് എഴുതും, അറിയാത്തത് വേറെ എഴുതി വെക്കും. പിന്നെ നമ്മളത് ഒന്നുകൂടെ നോക്കും. മാത്സ് ആയാലും ഇംഗ്ലീഷ് ആയാലും മാത്സ് ഒക്കെ നമുക്ക് കറക്റ്റ് ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് അറിയാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിൽ, അത് നമുക്ക് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ആ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ അതേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഒന്നുകൂടി മൈൻഡിൽ വരും. രാജേഷ് സാറിൻ്റെ ഒക്കെ ലോയുടെ ക്ലാസ്സൊക്കെ ഭയങ്കര, നമുക്ക് ഒരു ക്ലാസ് കേട്ടാൽ പിന്നെ നമുക്ക് ബുക്ക് വായിക്കുമ്പോൾ സാറിൻ്റെ ക്ലാസ് ഇങ്ങനെ മനസ്സിലേക്ക് വരും. അത്രയും എക്സ്പീരിയൻസ് ആണ്. സഹകാരി റൈസ് ബസിൻ്റെ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് മലപ്പുറം അരീക്കോടാണ്. തിരൂർ അർബൻ ബാങ്കും അതുപോലെ മലപ്പുറം PCRDBയിലും 1ാം റാങ്ക് കരസ്ഥമാക്കിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശരണ്യ നിൽക്കുന്നത്. അപ്പോൾ ആ അവസരത്തിൽ ശരണ്യക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ടുള്ള മനുവും കൂടെ ഉണ്ട്. മനുവും സഹകാരിയുടെ സ്റ്റുഡൻറ്റ് തന്നെയാണ്, പക്ഷേ ഉഴപ്പാണ് അല്ലേ? സപ്പോർട്ട് ചെയ്യുമോ? ഇഷ്ടം. ഞാനിപ്പോൾ ഈ കേരള ബാങ്കിൻ്റെ കോച്ചിങ് കഴിയാൻ നേരത്തെ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുക, വീണ്ടും JCA വന്നല്ലോ ഒക്കെ പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ നമുക്ക് ചേരാമെന്ന് പറഞ്ഞു. അങ്ങനെ JCAയുടെയും കഴിഞ്ഞു. പിന്നെയാണ് ഇപ്പം ഇത് ലിസ്റ്റ് വരുന്നതിന് പറഞ്ഞാൽ അടുത്ത CSCB വിളിക്കുമല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇപ്പോൾ കഴിയാറായി പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാൽ നമുക്ക് അടുത്തേക്ക് ചേരാൻ കിട്ടിയില്ലെങ്കിൽ അടുത്ത് നമുക്ക് ചേരാൻ ഒഴിവാക്കേണ്ട പ്രശ്നമല്ല. എന്നെക്കാളും വലിയ കോൺഫിഡൻസ് ആയിരുന്നു. അപ്പം മനു എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് ബാക്കിലോട്ടാണല്ലേ? കുറച്ച് ബാക്കിലോട്ടാണ്. എന്തായാലും നമുക്ക് മുന്നോട്ട് വരണം. നിങ്ങൾ കമ്പൈൻ സ്റ്റഡി ഇപ്പോഴും ഉണ്ടോ ശരിക്കും? ഇല്ല, ഇപ്പൊ ഇല്ല. 1ാം റാങ്ക് ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ജോലി കിട്ടുമെന്ന് ഉറപ്പിക്കാം. പക്ഷെ നിങ്ങൾ CSCBയിൽ നിങ്ങൾ സ്കോർ ചെയ്യുമ്പോഴത്തേക്കും I mean 1ാം റാങ്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇത് കിട്ടും. പക്ഷെ മാർക്ക് കിട്ടി റാങ്ക് കിട്ടാൻ അല്ലെങ്കിൽ ലിസ്റ്റിൽ വരാൻ സാധ്യതയുണ്ട് എന്നൊരു സാഹചര്യത്തിൽ നമ്മൾ പഠിത്തം നിർത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബാക്കിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനെ ഒരുപാട് പേർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അതെ, ടച്ച് വിടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു ഷോർട്ട് ടേം എക്സ്പീരിയൻസ് സഹകാരി വന്നതിന് ശേഷം എന്താണ്? സഹകാരി അയ്യോ ഭയങ്കരമാണ്. എനിക്ക് രാജേഷ് സാറിൻ്റെ ഒക്കെ ലോയുടെ ക്ലാസ്സൊക്കെ ഭയങ്കര, നമുക്ക് ഒരു ക്ലാസ് കേട്ടാൽ പിന്നെ നമുക്ക് ബുക്ക് വായിക്കുമ്പോൾ സാറിൻ്റെ ക്ലാസ് ഇങ്ങനെ മനസ്സിലേക്ക് വരും. അത്രയും എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞാനിപ്പോൾ ഈ എക്സാമിൻ്റെ ഒരു മാസം കറക്റ്റ് ഇരുന്ന് നല്ലോണം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബുക്ക് എനിക്ക് നല്ലോണം ഞാൻ 2020 ശേഷമുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ അതിലുള്ളത് മൊത്തം അത് രാവിലെ എണീറ്റ് ഫസ്റ്റ് ചെയ്യുന്നതാണ്. 4 മണിക്ക് എണീക്കും, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് അതിൽ മാർക്ക് നോക്കും. അപ്പോൾ നമുക്ക് ആൻസർ തെറ്റുള്ളതൊക്കെ ഞാൻ വേറെ പേപ്പറിലേക്ക് എഴുതും, അറിയാത്തത് വേറെ എഴുതി വെക്കും. പിന്നെ നമ്മളത് ഒന്നുകൂടെ നോക്കും. അപ്പോൾ അത് നല്ലോണം നമുക്ക് ഇതുവരെ ആരും പറയാത്തൊരു സ്ട്രാറ്റജിയാണ് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എക്സാം റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പറയാറുണ്ട്. അപ്പം നമ്മുടെ ബുക്കിലെറ്റ് അല്ലേ, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് അറിയാലോ, 2016 തൊട്ട് 24 വരെ 66 സെറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയും എല്ലാം കൂടെ ചേർത്ത് 66 സെറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അതിൽ ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്. കാരണം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ബുക്ക് വായിക്കും വേഗം ഉറക്കാൻ വരാം. ഇതാകുമ്പോൾ നമ്മൾ സാധാ എക്സാം എഴുതും പോലെ ഞാൻ ടൈമർ വെച്ചിട്ട് കറക്റ്റ് 2 മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യും. പരീക്ഷ എഴുതാന്ന് പറയുമ്പോഴത്തേക്കും ഒരു പഠിക്കുന്നുള്ള മെത്തേഡ് കൂടെയാണ്. അതെ അതെ അതെ. മാത്സ് ആയാലും ഇംഗ്ലീഷ് ആയാലും മാത്സ് ഒക്കെ നമുക്ക് കറക്റ്റ് ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് അറിയാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിൽ, അത് നമുക്ക് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ആ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ അതേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഒന്നുകൂടി മൈൻഡിൽ വരും. അക്കൗണ്ടൻസി ഒക്കെ ആയാലും ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. അത് എനിക്ക് നല്ലോണം സഹായിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് നല്ലോണം സഹായിച്ചിട്ടുണ്ട്. കാരണം വീട്ടിലെ അമ്മ 4 മണിക്ക് എണീക്കും, അപ്പൊ ഞാൻ എണീക്കും. അപ്പൊ നമ്മൾ ആ ഒരു ടൈം കറക്റ്റ് പോയി. പിന്നെ അമ്മ ഇടയ്ക്ക് ഒന്ന് നോക്കൂ, ഉറങ്ങുന്നില്ല. അപ്പോൾ ഒരുപാട് എന്താ പറയുക നല്ല ക്ലാസ്സുകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അമ്മയാണോ ഹസ്ബൻഡാണോ അച്ഛനാണോ? ഫാമിലി മൊത്തം. അപ്പോൾ ഹസ്ബൻഡ് അമ്മയായാലും തന്നെ ഞാൻ വായിക്കാതിരുന്നാൽ ക്ലാസ് തുടങ്ങിയാൽ പറയും പോക്കോ, ഞാൻ അടുക്കളയിൽ ഞാൻ നോക്കിക്കോളാം. രാവിലെ എണീറ്റാലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇവിടെ വന്നാൽ പിന്നെ നമുക്കൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അമ്മ ഫുള്ള് പഠിച്ച, കാരണം അമ്മയ്ക്കൊന്നും ആവാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഭയങ്കര ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മളിലൂടെ അത് കിട്ടുക എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കരമാണ്. എന്തായാലും ശരണ്യ ഇക്കാര്യത്തിൽ ഭയങ്കര ഭാഗ്യവതിയാണ്. ശരണ്യ, ഇതുപോലെ ഈ അവസരം ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്? ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് കുറച്ച് ഞാൻ നമ്മുടെ അഡീഷണൽ ആയിട്ട് എടുത്തതാണ് കോർപ്പറേഷന്. അതൊക്കെ ഞാൻ തന്നെ വർക്കിന് കയറി അങ്ങനെ അക്കൗണ്ടൻ്റായിട്ട് സാധാരണ അങ്ങനെയൊക്കെ പോയി നാട്ടിൽ അങ്ങനെ പോയി എടുത്തതാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞതിന് ശേഷം ഏട്ടൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞു നമുക്ക് ഒന്നും കൂടി തുടങ്ങല്ലേ, ഇതിപ്പോൾ ഇങ്ങനെ ചടപ്പ് തുടങ്ങി, എനിക്ക് തന്നെ ഒരു മടുപ്പ് തുടങ്ങി. നമ്മൾ പ്രൈവറ്റ് ഒരാളെ കീഴിൽ ഇങ്ങനെ പണിയെടുക്കുന്നത്, അതിലേക്ക് ഒരു പരിധി. അപ്പം ഞാൻ പറഞ്ഞു ഏട്ടനോട് നമുക്ക് ഞാനിങ്ങനെ നിർത്തിയാലോ. എന്നോട് ആക്കെ നിർത്തുക ഒന്ന് ഞങ്ങൾ നല്ലൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ
ഏട്ടൻ പറഞ്ഞാൽ എന്നാൽ നിർത്തിക്കോ നമുക്ക്. അപ്പോൾ ഏട്ടനാണ് സാറെ ക്ലാസ്സിൽ ചേർന്നത്. എനിക്കറിയും കൂടിയില്ലേ ഗൈഡ് പ്ലസ് എന്താണെന്ന്. ഏട്ടൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഒരു ദിവസം ക്ലാസ് കണ്ട് പിന്നെ അങ്ങനെ ഏട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ചേർന്നത്. അത് എന്തായാലും നമുക്ക് ആ ഒരു കൃത്യസമയത്തല്ലേ നമ്മുടെ ലൈഫ് വേറെ ഏതോ ഒരു വഴിക്ക് പോകുന്നു തോന്നുന്ന സമയത്ത് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റിയത് തോന്നി. ഒരു പിവട്ടായിട്ട് അത് ആക്ട് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരൊക്കെ ഇപ്പോൾ ചേർന്നിട്ടുണ്ട്. പിന്നെ അവരുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയൊക്കെ ഭയങ്കരമായിട്ടും ബാക്കോട്ട് ഇങ്ങനെ നിൽക്കുന്നു പറയാം. അവൾ പഠിക്കാതിരുന്നാലും അപ്പോൾ അവരൊക്കെ പറയും എന്നോട് എനിക്ക് നല്ല ഭാഗ്യമാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പറ്റിയല്ലോ എന്നുള്ളത്. അപ്പോൾ അവരൊക്കെ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് എവിടെ ടൈം കിട്ടണോ അവിടെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാതെ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമേ അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടുന്നുള്ളത് ഇതിൻ്റെ ഒരു അനുഭവം കൂടിയാണ്. പിന്നെ നമുക്ക് ചുറ്റുവട്ടം നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് കൂടിയാണത്. നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു അത് നമ്മളെ അപ്പോൾ ദയവായാലും നമുക്ക് കൂടെ നിന്ന് തരും. ഇപ്പോൾ ഈ എക്സാം തന്നെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കുറേ പരിചയപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു അതിൽ വന്നത്. അപ്പോൾ അതും തന്നെ നമുക്ക് പ്രകൃതി നമ്മളെ കൂടെ നിൽക്കുന്ന പറയുന്നത് പോലെയാണ്. അപ്പോൾ എല്ലാവരും CSEB എന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്വപ്നമല്ല. വളരെ സാധാരണക്കാരായിട്ട് വന്ന ദൃഢനിശ്ചയം ഒന്നുകൊണ്ട് മാത്രം എത്തിച്ചേർന്ന സാധാരണക്കാരെ നിങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ മോട്ടിവേഷൻ തരാൻ പറ്റുന്ന ആളാണ് ശരണ്യ. ശരണ്യയുടെ സ്റ്റോറി നിങ്ങൾക്ക് മോട്ടിവേഷനായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക, വിജയിക്കുക. നന്ദി. താങ്ക് യു.